എന്തായാലേ എന്തായാലും ലാഭം തന്നെ പറയാണ്ടോ. ഒന്നും നോക്കാല്ല. ഇതെങ്ങനെ വെച്ചാലേ ഇതും കിട്ടുമ്പോ കിട്ടാ സംഭവം കിറ്റ് അറിയില്ല. ഓഫറുകൾ കിട്ടുന്നത് ഓഫറുകൾ എന്തായാലും ഓഫർ തന്നെയാണ്. ഏത് ഇതെന്താ മനസ്സിലായില്ല? ചെങ്ങായി ന്യൂ ഇയർ ക്രിസ്മസ് ഒക്കെ ആയിട്ട് പുതിയൊരു കിറ്റ് നിൽക്കുകയാണ്. ഈ കാട്ടുണ്ട് കമ്പനി. ആ കമ്പനിയുടെ സംഭവം എന്താ വെച്ചാലേ ആ കമ്പനി എന്താ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് പിന്നെ അത് 7,000 രൂപയുടെ മുതലാത്രേ 3,000 രൂപയ്ക്കുള്ളു. എത്ര 2,999 രൂപ. എന്തൊക്കെ ഉള്ളതെന്ന് കറക്റ്റ് അറിയില്ല. എന്തായാലും പൊട്ടിച്ചോക്കട്ടെ. വായോ വായോ. ഇതിലേ പലചരക്ക് എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ വാങ്ങിച്ചിട്ടുണ്ട്. വേണമെങ്കിൽ പോയിക്കോട്ടോ. നേരെ പൊട്ടിക്കുക. ഇവരെ ഈ വെബ്സൈറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മളെ കോണ്ടാക്ട് ചെയ്ത് തന്ന ആളെ നമ്മളെ നമ്പർ ഉണ്ട്. നമ്മളെ പരിചയക്കാരൻ തന്നെയാണ്. ഞാൻ പൊട്ടി നോക്കിയിട്ട് പറഞ്ഞുതരാം. എന്തൊക്കെ പമ്പേഴ്സ് വന്നുണ്ട്. ഇതൊക്കെ ഓരോ ഐറ്റംസ് കേട്ടാ. ഇതെന്താ തുറന്നൊക്കെ വരും. ചീർപ്പ് കണ്ണാടിയൊക്കെ ഉണ്ടോന്നുണ്ട്. ഹെഡ്സെറ്റ് പിന്നെ എങ്ങനെ അത് മേടിക്കാന്ന് വിചാരിച്ചാ കേട്ടോ. എന്താ ഓട്സാ എന്താ ഒക്കെ എടുത്തോക്കട്ടെ. മസാല കിറ്റുകള് ഓട്സാ. ഇതെന്താ കോൺഫ്ലവറോ കോൺഫാക്ട്സ്. ഇത് ഗൾഫിൽ നിന്ന് മാതിരി ഉണ്ടല്ലോ ഇപ്പൊ. ജാമ് സാലിയാക്ക് ജാമ് കണ്ണൻ ദേവൻ ചായ. ആട്ടപ്പൊടി അല്ലേ? ആട്ടപ്പൊടി പുട്ടുപൊടി പരിപ്പ് ചെറുപയറ് ഉലുവ കടല കടുക് ഉഴുന്ന് പഞ്ചസാര അരി ഇറക്കട്ടെ കേട്ടോ. എന്താ ഇത് ഓട്സ് തന്നെ. അത് ഓട്സ്. ആദ്യം കണ്ടതോ അത് ഓട്സ് പോലത്തെ വേറൊന്നും സാധനമാണ്. ഇതെന്താ പൊതി? ഇത് പൊതിയിലെന്താ തുണിയാ? ഇങ്ങായ ഉപ്പ്. ഇതാണ് ഉപ്പ് മുതൽ കർപ്പൂരം വരെ എന്ന് പറഞ്ഞ സാധനം അല്ലേ? അരി. അരി നൂർജാന വന്നിട്ടുണ്ട്. ഞാൻ അവര് സ്ലിപ്പ് കിട്ടുന്നുണ്ടായിരുന്നു നോക്കിക്കോട്ടെ. മസാല എല്ലാ ഐറ്റം മസാല ഉണ്ട് കേട്ടോ. ചിക്കൻ മസാലയും ഇതൊക്കെ ഉണ്ട്. ഇത് എന്താ വില എന്നതായി ശരിക്കും നമ്മൾ പുറത്ത് നോക്കണം കേട്ടോ. നമ്മളടുത്ത് പറഞ്ഞെന്താ അറിയോ? 7,000 രൂപയുടെ മുതലുണ്ടെന്നുള്ള. നമുക്ക് 2,999 രൂപ, അതായത് 3,000 രൂപ കിട്ടിയ സാധനമാണ്. എന്തൊക്കെ ഉള്ളതെന്നുള്ളത് വ്യക്തമായി നോക്കാം. ഇതെന്ത് ബ്രഷ്, ടൂത്ത് ബ്രഷ്, ചീർപ്പ്. ഇന്ന് മരത്തിന്റെ ചീർപ്പാട്ടോ. അതെന്താ ബ്രഷ് തന്നെ? ഇതിന് 3 ബ്രഷ് ഉണ്ടല്ലോ പാക്കറ്റില്. ലൈറ്റർ. സ്റ്റവിന്റെ ലൈറ്റർ അല്ലേ? 6 ബ്രഷ് തന്നെ ഉണ്ട് ഇതില്. ഇതില് ഇവര് പറഞ്ഞെന്താ അറിയോ? ഇതില് ഈ പഞ്ചസാരൊക്കെ അല്ലേ, പഞ്ചസാര എന്തോരുണ്ട് കറക്റ്റ് അറിയില്ല. 40-45 ഉണ്ടോന്നുണ്ട്. സാധനത്തിന് 28 രൂപ അത്രേ പഞ്ചസാരക്ക്. അതുപോലെ അരിക്ക് നൂർജാന്റെ അരിക്ക് 10-48 രൂപ 50 രൂപ ഉണ്ടോന്നുണ്ട്. 28 രൂപ കിലോന്. 5 കിലോ ഉണ്ട്. ഉപ്പിന് ചിലപ്പോ ഉപ്പിന്റെ വില തന്നെ ആയിരിക്കും അല്ലേ? ഉപ്പിന് എത്രയാ 10? കിലോന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ. ഇതിന് റേറ്റ് ഇല്ല. അല്ല ഒരു റേറ്റും കാര്യങ്ങളൊക്കെ വേറെ സംഗതിയിലാണ്. എന്തായാലും എന്തായാലും ലാഭം തന്നെ പറയാണ്ടോ. ഒന്നും നോക്കാല്ല. ഇതെങ്ങനെ വെച്ചാലേ ഇതും കിട്ടുമ്പോ കിട്ടാ സംഭവം കിറ്റ് അറിയില്ല. ഓഫറുകൾ കിട്ടുന്നത് ഓഫറുകൾ എന്തായാലും ഓഫർ തന്നെയാണ്.
പിന്നെ ഇതിന്റെ ഓരോന്നിനും ഇതിന്റെ റേറ്റ് നമുക്ക് കറക്റ്റ് അറിയില്ല. അതിന്റെ മുകളിൽ റേറ്റ് അധികം 200. ഇതിന്റെ ഡേറ്റും ഉണ്ട് കേട്ടോ, 2026 വരെ ഉണ്ട്. ആ ഞാൻ പറഞ്ഞു ഇതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ ശരിക്കും പുറത്ത് ചെക്ക് ചെയ്താലും അതിന്റെ കറക്റ്റ് റേറ്റ് അറിയുള്ളൂ. എന്തായാലും ഇത് കിട്ടാമെന്നുണ്ടെങ്കിൽ നമ്മളവിടെ നമ്പർ തരാം. ആ നമ്പറിൽ ആണ് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ആവശ്യക്കാരുണ്ടെങ്കിൽ സാധനം മേടിക്കാം. ഓക്കെ, നമ്പർ അതിലുണ്ട്. അപ്പൊ ഓക്കെ, താല്പര്യം ഉണ്ടെങ്കിൽ വാങ്ങാം. ജാമ് കാര്യങ്ങൾ എല്ലാ സാധനങ്ങളും ഉണ്ട്. ഇതിൽ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുണ്ട്. ആവശ്യമില്ലാത്തതെന്നല്ല കേട്ടോ, ചിലപ്പോൾ നമുക്ക് അത്യാവശ്യമില്ലാത്ത സാധനങ്ങൾ. പക്ഷെ എനിക്ക് ഇത് ഹെഡ്സെറ്റ് അത്യാവശ്യമുള്ള സാധനമായിരുന്നു. ഹെഡ്സെറ്റ് നമുക്ക് കിട്ടിയതാണ്. അതുപോലെ ഗ്യാസ് ലൈറ്റർ സത്യം പറഞ്ഞാൽ 3 ദിവസം മുന്നേ ഞാൻ മേടിച്ചത്. ബാക്കി എല്ലാതും ഇപ്പൊ കുട്ടികൾക്ക് അതൊക്കെ ഉപയോഗിക്കുന്ന സാധനങ്ങൾ തന്നെയല്ലേ. ഇതിലിപ്പോ നമ്മൾ സെലക്ട് ചെയ്യാത്ത സാധനങ്ങൾ ഏതാ വിചാരിച്ചാൽ ചിലപ്പോ ഈ പിന്നെ പല്ലേക്കണ ബ്രഷ് കാര്യങ്ങളൊക്കെയാണ്. ഇത് ഈ സാധനങ്ങൾ എന്താ മനസ്സിലായോ? ഇത് നമ്മൾ ഉള്ളി കട്ട് ചെയ്യണേ ചോപ്പറ് അല്ലേ, ഉള്ളി കട്ട് ചെയ്യണ സാധനം. ഇത് ആ ചാക്കിലല്ല വരണത്, ഇത് സെപ്പറേറ്റ് വേറെ വരണതാ. കണ്ടോ, ഇതിൽ ഉള്ളി ഇടുക. ഉള്ളി ഇട്ടിട്ട് ഇവരൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്, എല്ലാവരും വാങ്ങിച്ചിട്ടുണ്ടേ. എന്തായാലും ഇത് ആവശ്യമുണ്ടെങ്കിലേ ഈ നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവര് അതിന്റെ റേറ്റും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും. അതെന്തായാലും അവരടുത്ത് ചോദിക്കേണ്ടി വരും. ഞാൻ ഇപ്പോൾ അവിടെ പോയി വാങ്ങിയതാ. അപ്പൊ ഓക്കെ.